ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. ഇന്ന് നമ്മൾ 5ാം ക്ലാസ് സയൻസ് SCRT പാർട്ട് 2 ആണ് പഠിക്കുന്നത്. അപ്പൊ 3ാം ക്ലാസ്സും 4ാം ക്ലാസ് 5ാം ക്ലാസ് പാർട്ട് 1 ഇതൊക്കെ ചെയ്ത് നമ്മളെ ഫ്രണ്ട്ലി PSCയുടെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണുക. ായിട്ട് LP UP എക്സാം, കേറ്ററ്റ് എക്സാം ഇതിനൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന SCRT ബേസ്ഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ LP UP കേറ്ററ്റ് എഴുതുന്നവർ ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും പഠിച്ചിട്ട് പോവുക. കൂടാതെ ജനറൽ എക്സാമുകളായ LDC, CPO, ഡിഗ്രി ലെവൽ തുടങ്ങിയവയ്ക്കും SCRT ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. LP UPക്ക് വേണ്ട ഭാഷാപരം മലയാളത്തിന്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കി അതും കൂടെ LP UPക്കാർ കാണുക. SCRT 5ാം ക്ലാസ് പാർട്ട് 2 പഠിക്കാനുള്ളത് ഇത്തിരി ശക്തി, ഒത്തിരി ജോലി, അറിവിന്റെ ജാലകങ്ങൾ, അകറ്റി നിർത്താം രോഗങ്ങളെ, ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം, ജന്തുവിശേഷം എന്നിവയാണ്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഇത്തിരി ശക്തി, ഒത്തിരി ജോലി. അതിൽ നമ്മൾ ഉത്തോലകങ്ങളാണ് പഠിക്കുന്നത്. ഉത്തോലകങ്ങൾ അഥവാ ലെവേഴ്സ്. അപ്പൊ ഉത്തോലകങ്ങളുടെ വിശദമായ ക്ലാസ്, യാന്ത്രിക ലാഭം കാണാനുള്ള ഇക്വേഷൻ ഒക്കെ ഉൾപ്പെടെ ഫ്രണ്ട്ലി PSCയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ ഫ്രണ്ട്ലി PSC ഉത്തോലകം ഒന്ന് സെർച്ച് ചെയ്താൽ ഡീറ്റെയിൽഡ് ക്ലാസ് കാണാം. പിന്നെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ള കോഡും അതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉത്തോലകം? ഉത്തോലകത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? PSC ക്വസ്റ്റ്യൻ ആണ്. ആർക്കിമിഡീസ് ആണ്. അപ്പൊ നിൽക്കുന്ന സ്ഥലവും ഒരു ദണ്ഡം കിട്ടുകയാണെങ്കിൽ ഈ ഭൂമിയെ തന്നെ മറിച്ചിടാമെന്ന് പറഞ്ഞ ആളാണ് ആര്? ആർക്കിമിഡീസ്. അപ്പൊ എന്താണ് ഉത്തോലകം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഉത്തോലകം എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ജോലി ലഘൂകരിക്കാൻ കഴിയുക എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തോലകത്തെ ലഘുയന്ത്രങ്ങൾ എന്നും കൂടെ പറയുന്നുണ്ട്. ഉത്തോലകത്തിന് മെയിൻ ആയിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഹാരം, യത്നം, രോധം. ഹാരത്തിന് ഫൽക്രം എന്നും യത്നത്തിന് എഫേർട്ട് എന്നും രോധം പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് എന്നുമാണ് പറയുന്നത്. അപ്പൊ ഈ പാരക്കോൽ ഉപയോഗിച്ച് ഒരാൾ വലിയ ഒരു കല്ല് ഉയർത്തുന്ന ചിത്രം കാണുമല്ലോ. അപ്പൊ അയാൾ എടുത്തു പൊക്കി മാറ്റുന്നതിൽ അല്ലെങ്കിൽ തള്ളി മാറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് ഈ ദണ്ഡ് ഉപയോഗിച്ചിട്ട് തള്ളി മാറ്റൽ. അപ്പൊ ഇയാൾ ഈ പിടിച്ചിരിക്കുന്ന അവിടെ അയാൾ എഫേർട്ട് കൊടുക്കുകയാണ്, അല്ലെ, ശക്തി കൊടുക്കുകയാണ്. അയാൾ ആ പിടിച്ചിരിക്കുന്ന ഭാഗത്തെയാണ് എഫേർട്ട് കൊടുക്കുക. എഫേർട്ട് അഥവാ യത്നിക്കുന്ന ഭാഗം യത്നം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സപ്പോർട്ടായിട്ട് ഒരു കല്ല് വെച്ചിരിക്കുന്ന കാണാം, അല്ലെ. കല്ലെന്തിനാണ്? ആ ഒരു സപ്പോർട്ടായിട്ട്. അതിനെയാണ് നമ്മള് ഹാരം അഥവാ ഫൽക്രം എന്ന് പറയാം. ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പോയിന്റ് പോലെ ഹാരം അഥവാ ഫൽക്രം എന്ന് പറയാം. പിന്നെ നമുക്ക് എന്തിനെയാണോ കീഴ്പ്പെടുത്തേണ്ടത് അതിനെ നമ്മൾ എന്ത് പറയും? രോധം അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ കല്ല് രോധമാണ്. ഇയാള് പിടിക്കുന്ന ഈ ഭാഗം യത്നമാണ്. ഈ കുഞ്ഞിക്കല്ലിവിടെ വെച്ചേക്കുന്നത് ഹാരമാണ്. നാം പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് യത്നം അഥവാ എഫേർട്ട് എന്ന് പറയുന്നത്. യത്നം പ്രയോഗിച്ച് നേരിടുന്ന പ്രതിരോധത്തെയാണ് എന്ത് പറയുന്നത്? രോധം അഥവാ റെസിസ്റ്റൻസ്. ആ കല്ലാണ് രോധം അഥവാ റെസിസ്റ്റന്റ് ആയിട്ട് വന്നത്. ഇനി ഈ ചിത്രത്തിൽ കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഏത് വർഗത്തിലെ ഉത്തോലകമാണെന്ന് ചോദിക്കാം. അപ്പൊ ഉത്തോലകത്തെ മെയിനായിട്ട് നമുക്ക് 3ആയിട്ട് തിരിക്കാം. 1ാം വർഗം, 2ാം വർഗം, 3ാം വർഗം. 1ാം വർഗ ഉത്തോലകത്തില് നടുക്ക് വരുന്നത് എന്തെന്നാണ്? ഫിക്സഡ് പോയിന്റ് അഥവാ ഫൽക്രമാണ്. 2ാം വർഗ ഉത്തോലകത്തിൽ റെസിസ്റ്റന്റ് ആണ്. 3ാം വർഗ ഉത്തോലകത്തിൽ നടുക്ക് വരുന്നത് എഫേർട്ട് ആണ്. സ്റ്റേപ്ലർ എന്ന് പറയുന്നത് 3ാം വർഗമാണ്. ചവണ 3ാം വർഗമാണ്. പ്ലെയർ 1ാം വർഗം. കത്രിക 1ാം വർഗം. പാക്കുവെട്ടിയും നാരങ്ങ ഞെക്കിയും 2ാം വർഗം. ഇത് വിശദമായിട്ട് നമ്മള് ഫ്രണ്ട്ലി PSCയുടെ ഉത്തോലക ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. പോയി കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. ഈ വീൽബാരോയും ഇത് ഏത് വർഗമാണ്? 2ാം വർഗമാണ്. ഈ കപ്പി ഏത് വർഗമാണ്? 1ാം വർഗ ഉത്തോലകമാണ്. അടുത്തത് അറിവിന്റെ ജാലകങ്ങളിൽ ചെമ്മനം ചാക്കോടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരന്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ, കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ. ഇത് പറയാൻ കാരണം മലയാളത്തിൽ വേണമെങ്കിൽ ചോദിക്കുക, തന്നിട്ട് ആരുടെ കവിതയാണെന്ന് വേണം ചോദിക്കാം. അപ്പൊ മാനത്ത് ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരന്റെ കൺമണി ആരുടെയാണ്? ചെമ്മനം ചാക്കോയാണ്. അപ്പൊ മാനം, ചെമ്മാനം. അപ്പൊ ചെമ്മനം ചാക്കോ, മാനത്ത് ചന്ദ്രൻ. അപ്പൊ ചെമ്മാനത്ത് ചന്ദ്രൻ, ചെമ്മനം ചാക്കോ എന്ന് ഓർക്കാമല്ലോ. അടുത്തത് കണ്ണിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അവർക്ക്. PSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കണ്ണില് പ്രതിബിംബം ഉണ്ടാവുന്നത് കണ്ണിന്റെ ഏതു ഭാഗത്താണ്? എവിടെയാണ്? ഇത് കണ്ടോ, പ്രതിബിംബം ഉണ്ടായിരിക്കുന്നത് എവിടാണ്? റെറ്റിനയിലാണ്. റെറ്റിന എന്ന സ്ക്രീനിലാണ് ഈ പ്രതിബിംബം തലകീഴായിട്ട് പതിയുന്നത്. നേത്രനാഡികൾ ഈ സന്ദേശത്തെ തലച്ചോറിൽ എത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. ഇപ്പോ നമ്മൾ ഈ പൂവിനെ കാണുകയാണ്. ഈ പൂവിന്റെ പ്രതിബിംബം എവിടെ എത്തുന്നു? റെറ്റിനയിൽ പതിക്കുന്നു. അപ്പൊ ഇവിടെ തലകീഴായിട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നമ്മൾ പക്ഷെ തലകീഴായിട്ടാണോ കാണുന്നത്? അല്ലല്ലോ. അപ്പൊ ഇവിടെ പതിയുന്ന ഈ ഒരു ചിത്രം
ഈ നേത്ര നാഡി വഴി നമ്മുടെ തലച്ചോറിലെത്തുകയും നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഇതൊരു പൂവാണ് എന്നൊരു ആശയം തരികയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ പഠിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണില് പ്രതിബിംബം രൂപപ്പെടുന്നത് ഏത് ഭാഗത്താണ്? റെറ്റിനയിലാണ്. അടുത്തത് ദ്വിനേത്ര ദർശനം എന്താണെന്ന്, അതായത് രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ദ്വിനേത്ര ദർശനം അഥവാ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ഇതുമൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നു. ഇപ്പൊ നമ്മൾ ഈ കണ്ണ് പൊത്തിപ്പിടിച്ച് ഒരു വസ്തുവിനെ നോക്കുന്നു, ഉടനെ ഇങ്ങനെ അടിച്ച് നോക്കുന്നു, പക്ഷെ ആ വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്കൊരു ഫീൽ ചെയ്യത്തില്ല. നേരെ പക്ഷെ രണ്ട് കണ്ണും തുറക്കുമ്പോൾ ഒരു സ്ഥാനത്തല്ലേ കാണുന്ന, അതിനെയാണ് ദ്വിനേത്ര ദർശനം അഥവാ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത ഒരു സംഭവമാണ് വൈറ്റ് കെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അന്ധരായ ആളുകൾക്ക് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ അവർ ഉപയോഗിക്കുന്ന ഒരു വെളുത്ത വടിയെയാണ് വൈറ്റ് കെയിൻ എന്ന് പറയുന്നത്. ഇതാണ്, ഈ വടിയെയാണ് വൈറ്റ് കെയിൻ എന്ന് പറയുന്നത്. അത് ബ്രെയിലി ലിപി ഒക്കെ അറിയായിരിക്കും നമുക്ക്. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായത്തെയാണ് എന്ന് പറയുന്നത് ബ്രെയിലി ലിപി എന്ന് പറയാം. അപ്പൊ കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധമാണ് ഇത് അച്ചടിക്കുന്നത്. ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത്. ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിൽ അദ്ദേഹമാണ് ഈ രീതി ആവിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്ത് പറയാം? ബ്രെയിൽ ലിപി എന്ന് പറയാം. അടുത്തത് മരയോന്തിനും മൂങ്ങയ്ക്കുമുള്ള കണ്ണിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. മറ്റു ജീവികളുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് മരയോന്തിന്റെ കണ്ണ്. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാല് അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയും. അപ്പൊ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് കണ്ണ് വെച്ചിട്ട് കാണാൻ കഴിയും ആർക്ക്? മരയോന്തിന്. പിന്നെ മൂങ്ങയുടെ പ്രത്യേകത എന്ന് വെച്ചാല് മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ രണ്ട് കണ്ണുകളാണ് ഉള്ളത്. തല പിറകിലോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാനും ആർക്ക് പറ്റും? മൂങ്ങയ്ക്ക് വരും. തല തിരിച്ചു നോക്കുന്ന കണ്ടിട്ടില്ലേ മൂങ്ങ? പൂച്ചയുടെ കണ്ണിന്റെ പ്രത്യേകത, പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടും. നിങ്ങൾ പകൽ ഒരു പൂച്ചയെ നോക്കുക, രാത്രി ഒരു പൂച്ചയെ നോക്കുക, പറയാൻ പറ്റും. പകൽ ഒരു വര പോലെ ആയിരിക്കും, രാത്രി നോക്കുമ്പോൾ നല്ല വലുതായിട്ടിരിക്കും അതിന്റെ കൃഷ്ണമണി. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകത എന്താന്ന് വെച്ചാൽ നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ആർക്കുണ്ട്? പൂച്ചയ്ക്കുണ്ട്. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തത് പാമ്പുകളുടെ കാര്യമാണ്. പാമ്പുകൾക്ക് ബാഹ്യകർണമില്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നു. ചലനങ്ങൾ വഴിയാണ് അവ തിരിച്ചറിയുന്നത്. അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു. ജീവികളുടെ പ്രത്യേകതകൾ പഠിച്ചല്ലോ. അടുത്തത് സെൻസ് ഓർഗൻസ് അഥവാ ജ്ഞാനേന്ദ്രിയങ്ങൾ. എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട് ജ്ഞാനേന്ദ്രിയം വഴി. ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യന് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളെയാണ് എന്ത് പറയുന്നത്? ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത സ്നെല്ലൻ ചാർട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. എന്താണ് സ്നെല്ലൻ ചാർട്ട്? അതായത് ഇത് കണ്ടോ, കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കണ്ടിട്ടുള്ള സാധനമാണ്, അതിനെയാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. അതായത് സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ 7 വരികളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത്. അതുപോലെ 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. അപ്പൊ കാഴ്ചശക്തി അളക്കാൻ ഉപയോഗിക്കുന്ന ആ ചാർട്ടിന്റെ പേരെന്താണ്? സ്നെല്ലൻ ചാർട്ട്. അടുത്ത ചാപ്റ്റർ അകറ്റി നിർത്താൻ രോഗങ്ങളെ. അപ്പൊ കുറെ രോഗങ്ങളും രോഗാണുക്കളുടെ കാര്യങ്ങളുമാണ് ഇതിൽ പഠിക്കാന്നുള്ളത്. അപ്പൊ മൈക്രോ ഓർഗാനിസം അഥവാ സൂക്ഷ്മജീവി ഏതൊക്കെയാണ്? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ ചിലതിന്റെ പ്രവർത്തനങ്ങൾ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. ഈ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? രോഗം പകരുന്നത്. PSC ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നത് വായുവിലൂടെ പകരുന്ന രോഗവേദ, ചുവടെ കൊടുത്തിരിക്കുന്നത് കൊതുക് പരത്തുന്ന രോഗവേദ. അതുകൊണ്ട് നമ്മൾ ഇത് ഇപ്പൊ തന്നെ പഠിക്കണം കേട്ടോ. അതുപോലെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ പഠിക്കാൻ ഞാനൊരു കോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവര് കാണണം കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്ലി PSC എയർബോൺ ഡിസീസ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. അടിപൊളി കോഡാണ്, പഠിച്ചു വെച്ചാൽ മറന്നുപോവില്ല കേട്ടോ. അപ്പൊ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ജലദോഷം, ചിക്കൻ ബോക്സ്, മിസിൽസ്, ക്ഷയം ഇവയാണ് NCERT 5ാം ക്ലാസ്സിൽ കൊടുത്തേക്കുന്നത്. അടുത്തത് വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? എലിപ്പനി. ഈ
എലിമൂത്രമുള്ള വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എലിപ്പനി പകരും. അതുപോലെ ടൈഫോയിഡ്, പഴകിയ ആഹാരം കഴിക്കുമ്പോൾ വരും ടൈഫോയിഡ്. കോളറ, പഴകിയ ആഹാരവും വെള്ളത്തിൽ നിന്ന് പകരും. അതുപോലെ മഞ്ഞപ്പിത്തം. അപ്പൊ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം വെള്ളത്തിൽ അല്ലെങ്കിൽ ആഹാരത്തിലൂടെ പകരുന്ന രോഗമാണ്. ഈച്ച പരത്തുന്ന ഏതാ? കോളറ, വയറിളക്കം. കൊതുക് മുഖേന വരുന്നത് മന്ത്, മലമ്പനി, ഡെങ്കി, ചിക്കുൻഗുനിയ. സമ്പർക്കം മൂലം ചെങ്കണ്ണും കുട്ടവും. ഡ്രൈ ഡേ നമ്മൾ ഓൾറെഡി 4ലോ 3ലോ പഠിച്ചതാണ് അല്ലെ. ഡ്രൈ ഡേ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതായത് പരിസരങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതെ അതൊക്കെ കമത്തി കളയുക. എന്താ ഉദ്ദേശം? കൊതുക് പരക്കാതിരിക്കാനായിട്ട്. അപ്പൊ ഡ്രൈ ഡേ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കൊതുക് നിവാരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത PSC ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് സൂപ്പർ ബഗ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ പേരും പഠിക്കണം. ഇത് കപ്പലുകളിൽ ഉണ്ടാവുന്ന എണ്ണച്ചോർച്ച മൂലം എന്തുണ്ടാവും? കടലിൽ മാലിന്യം ഉണ്ടാവുമല്ലോ. ഇത് തടയുന്നതിനായിട്ട് എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആനന്ദ് മോഹൻ ചക്രവർത്തി എന്ന ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഈ ബാക്ടീരിയ വികസിപ്പിച്ചത്. അപ്പൊ കടലിൽ എണ്ണയൊക്കെ ചോരുമ്പോൾ മേളിൽ ലെയറായിട്ട് നിൽക്കുകയും താഴെയുള്ള ജീവികൾക്ക് ഓക്സിജനൊക്കെ കിട്ടാതെ ആകെ ബുദ്ധിമുട്ടാവുകയും മാലിന്യം ഉണ്ടാവുകയും ചെയ്യുമല്ലോ. ജീവികളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുമല്ലോ. അപ്പം അതിനെ മറികടക്കുന്നതിനായിട്ട് എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്തു. അതിനെയാണ് സൂപ്പർ ബഗ് എന്ന് പറയുന്നത്. ആരെ വികസിപ്പിച്ചത്? ആനന്ദ് മോഹൻ ചക്രവർത്തി എന്ന ഇന്ത്യൻ വംശജൻ. ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം. ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട്. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്തെഴുതണം? ചന്ദ്രനാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. PSC ക്വസ്റ്റ്യൻ ആണ്. അടുത്തതും ചോദിച്ചിട്ടുള്ളതാണ് മനുഷ്യന്റെ ആദ്യ ബഹിരാകാശ യാത്ര 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകമാണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ചത്. ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാ? യൂറി ഗഗാറിൻ. ആദ്യമായിട്ട് ഗഗനത്തിൽ പോയത്, ഗഗനം മലയാളത്തിൽ പഠിച്ചിട്ടുള്ളതല്ലേ? ആകാശമാണ്. ആദ്യമായിട്ട് ഗഗനത്തിൽ പോയത് ഗഗാറിൻ ആണെന്ന് ഓർത്താൽ മതി കേട്ടോ. യൂറി ഗഗാറിൻ. പിന്നെ കുറെ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ബഹിരാകാശ വാരം, അതായത് 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തില് ഒക്ടോബർ 4 മുതൽ 10 വരെ, അതായത് ഇത് വിക്ഷേപിച്ചത് ഒക്ടോബർ 4 അതുകൊണ്ട് ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നുണ്ട്. 1957 ഒക്ടോബർ 4 നടന്ന സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും 1959 ഒക്ടോബർ നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഈ വാരാചരണം നടക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാ? ആര്യഭട്ടയാണ്. പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. 1975 അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം 1958 നടന്നത്. പിന്നെ ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ജീവി ഏതാന്ന് ചോദിച്ചാല് ലൈക്കയാണ്. സോവിയറ്റ് യൂണിയന്റെ 1957. വിക്ഷേപണ വാഹനങ്ങൾ എന്താണ് ഇതിന്റെ ഉപയോഗം? ലോഞ്ചിങ് വെഹിക്കിൾ എന്തിനാണ്? അതായത് ഭൂമിയുടെ ആ ഒരു ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയോ മറ്റു ഉപഗ്രഹങ്ങളെയൊക്കെ അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ധർമ്മം ചെയ്യുന്നതാണ് ആര്? വിക്ഷേപണ വാഹനങ്ങൾ ചെയ്യുന്നത്. അടുത്ത നിലാവ്. നിലാവിന്റെ പര്യായമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മലയാളത്തില്. നിലാവ് എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രമാണ്. പിന്നെ ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ചന്ദ്രൻ എന്താ ചെയ്യുന്നത്? ചന്ദ്രൻ തന്നിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചന്ദ്രന്റെ നിലാവ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കുറെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളുടെ പടം കൊടുത്തേക്കാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ രാകേഷ് ശർമ്മയാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിച്ചിട്ടുണ്ടെന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. അദ്ദേഹത്തിന് പുറമെ കൽപ്പന ചൗള, സുനിത വില്യംസ് എന്നീ ഇന്ത്യൻ വംശജരും ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. പിന്നെ കൽപ്പന ചൗള മരിച്ചത് രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയില് കൊളംബിയ സ്പേസ് ഷട്ടിലിനുണ്ടായ അപകടത്തെ തുടർന്നാണ്. പിന്നെ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത് ആരാണ്? നീൽ ആംസ്ട്രോങ്. ഇതൊക്കെ PSC പണ്ട് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ അദ്ദേഹം അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയാണ്. ചിലപ്പോൾ അദ്ദേഹം ഏത്
സ്ഥലത്തുള്ള ആളാണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഒരു കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ നീൽ ആംസ്ട്രോങ് അമേരിക്ക. അടുത്ത ഒരു മുൻകാല ചോദ്യമാണ് കേട്ടോ. അതായത് ജൂലൈ 21 ചാന്ദ്രദിനം എന്നാന്ന് ചോദിക്കാറുണ്ടല്ലോ. അതായത് മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയതിന്റെ വാർഷിക ദിനമായിട്ട് ജൂലൈ 21 ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ ചാന്ദ്രദിനം എന്നാണ് ജൂലൈ 21. ഇതൊരു ചോദ്യമാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. കൃത്രിമോപഗ്രഹങ്ങള് IRS, ഭൂവിഭവം, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനം. ഇൻസാറ്റ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്. എജ്യൂസാറ്റ് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എജ്യൂസാറ്റ്, എജ്യു വരുമ്പോ ഓർക്കാലോ. അപ്പൊ നോക്കിക്കേ, വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റുകൾ. നമ്മളിപ്പോ ഓൾറെഡി കണ്ടു. ഇനി ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ് ഏത്? IRS, അതും കണ്ടു. ഇനി വിദ്യാഭ്യാസത്തിനായിട്ട് ആ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എജ്യൂസാറ്റ് ആണ്. ഇനി ബഹിരാകാശ ഏജൻസി, ഇന്ത്യ ISRO ആണെന്ന് അറിയാം, US NASA ആണെന്ന് അറിയാം, യൂറോപ്പ് ESA, ജപ്പാൻ JAXA, റഷ്യ RSA, ചൈന CNSA. അടുത്തത്, ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ദിവസം 23 1/3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. 23 1/3 ഇത് പഠിക്കണം. പിന്നെ പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃത്തിക്ഷയങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോ മലയാളത്തിൽ ഒരു മുൻകാല ചോദ്യം. വൃത്തി വിപരീത പദം, ക്ഷയം. വൃത്തി എന്ന് വെച്ചാൽ അഭിവൃദ്ധി, ക്ഷയം എന്ന് വെച്ചാൽ ചെറുതായി വരിക, നശിച്ചു പോവുക എന്നൊക്കെ ഒരു അർത്ഥമാണ്. അപ്പൊ അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിനെ ആണെന്ന് പറയാ വൃത്തി എന്ന് പറയുന്നത്. ഇനി പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇതിനെന്ത് പറയും? ക്ഷയം എന്നും പറയും. ചന്ദ്രൻ 23 1/3 ദിവസം എടുത്താണല്ലോ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത്. അതേസമയം എടുത്താണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അതായത് ഒരേ സമയം തന്നെയാണ് എടുക്കുന്നത്, സ്വയം കറങ്ങുന്നതിനും ചുറ്റുന്നതിനും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരേ ഭാഗം തന്നെ കാണുന്നതെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് സൗരയുധത്തെ പറ്റി കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞേക്കാണ്. ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയുധം. സൂര്യൻ സൗരയുധത്തിലെ ഒരേ ഒരു നക്ഷത്രമാണ്. അതെന്താണ് സൗരയുധം എന്ന് പറയുന്നത്? സൂര്യനും സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങള്, വാൽനക്ഷത്രങ്ങള്, കുള്ളൻ ഗ്രഹങ്ങൾ എന്നിവ എല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത്? സൗരയുധം എന്ന് പറയുന്നത്. അടുത്ത മുൻകാല ചോദ്യമാണ് കേട്ടോ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാന്ന് ചോദിച്ചാൽ സൂര്യൻ. ആകാശഗോളം ഏതാന്ന് ചോദിച്ചാൽ ചന്ദ്രൻ. അത് തമ്മിൽ പഠിക്കണം. ഇനി കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് എന്ത്? നമ്മുടെ ഗാലക്സി. സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ഏത്? ക്ഷീരപഥം. അപ്പൊ അതിന് എന്തൊക്കെ പേരുണ്ട്? ക്ഷീരപഥം, മിൽക്കി വേ എന്നും പറയും, അതുപോലെ ആകാശഗംഗ എന്നും പറയും. അപ്പൊ 10,000 കോടിയോളം നക്ഷത്രങ്ങൾ ഇതിലുണ്ട് നമ്മുടെ ക്ഷീരപഥം അഥവാ ആകാശഗംഗയില്. ഇനി പ്രപഞ്ചത്തെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ്. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളാണ് ഗാലക്സികൾ. പിന്നെ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടിട്ടുള്ള ഏക ഗ്രഹം ഭൂമിയാണ്. പിന്നെ സൗരയുധത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹവും വാൽനക്ഷത്രവും ഒക്കെ ഉണ്ട്. പണ്ട് സൗരയുധത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ പോളണ്ടുകാരനായ അദ്ദേഹം ഭൗമശാസ്ത്രജ്ഞനായിരുന്നു, അദ്ദേഹം കോപ്പർനിക്കസ്. അദ്ദേഹം പറഞ്ഞു സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. അപ്പൊ സൗരയുധത്തിന്റെ ഇത് ചോദിച്ചിട്ടുള്ളതാണ് BSc. അപ്പൊ സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് പറഞ്ഞത് ആരാണ്? കോപ്പർനിക്കസ് ആണ്. പണ്ടുള്ള വിശ്വാസം അത് ഭൂമിയായിരുന്നു എന്നായിരുന്നു. പിന്നെ ഇത് സൗരയുധം ചിത്രമാണ്. അപ്പൊ ഈ ചിത്രത്തിൽ കണ്ടോ, വ്യാഴത്തിന്റെയും ചൊവ്വയുടെ ഇടയ്ക്ക് കുറെ ക്ഷുദ്രഗ്രഹങ്ങൾ വന്നേക്കുന്നുണ്ടോ? പിന്നെ ഗ്രഹങ്ങളുടെ പേര്. അപ്പൊ ഗ്രഹങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ? സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഏത്? ഗ്രഹങ്ങൾ. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയെയാണ് ഭ്രമണപഥം എന്ന് പറയുന്നത്. പിന്നെ ഈ ഗ്രഹങ്ങളെ ചുറ്റുന്ന ഗോളങ്ങൾ ഉപഗ്രഹങ്ങളാണല്ലോ. ഭൂമിയുടെ ഉപഗ്രഹവും നമുക്കറിയാം. പിന്നെ ചന്ദ്രനില് പകലും നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. അടുത്ത ചാപ്റ്റർ ജന്തുവിശേഷം. അപ്പൊ ഇവിടെ ഈ അടയിരിക്കുന്ന കാലം വേണം. അതായത് കോഴിക്ക് 21 ദിവസം കൊണ്ടാണ് മുട്ട വിരിയുന്നത്, പ്രാവിന് 14, അതായത് 2 ആഴ്ച മതി, കുരുവിക്കും 2 ആഴ്ച മതി, ഒട്ടകപ്പക്ഷിക്ക് 42 ദിവസം വേണം, ലവ് ബേർഡ്സിന് 22 മുതൽ 25 വരെ ദിവസം. ഈ ഒരു ഭാഗത്ത് നിന്ന്
ഒത്തിരി മുൻകാല ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ലോകപ്രശസ്തനായ പക്ഷി നിരീക്ഷകനാണ് ആര്? സലിം അലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്, നവംബർ 12. പിന്നെ അദ്ദേഹത്തിന്റെ കൃതികള് ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള. പിന്നെ ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതാണ് ഒരു കുരുവിയുടെ പതനം. അപ്പൊ ഇദ്ദേഹത്തിന്റെ എല്ലാ പോയിന്റ്സും ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെച്ചോ. അടുത്ത രൂപാന്തരണം എന്ന് പറയുന്ന പ്രോസസ്സ്. ഇപ്പൊ ഈ മുട്ട വിരിഞ്ഞ് പുഴുവാകും, പുഴു പ്യൂപ്പയാകും, അത് കഴിഞ്ഞ് ചിത്രശലഭമാകും. ഈ ടോട്ടൽ പ്രോസസ്സിനെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. ഒരു ജീവിയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയുടെ സാദൃശ്യമില്ലാത്തവയാണ്. ഇവയാണ് ലാർവകൾ. അപ്പൊ ചില ജീവികളിൽ അങ്ങനെയാണ്. അപ്പൊ ലാർവ അവസ്ഥയിലെ കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായിട്ട് മാറുകയാണ്. ഈ പ്രോസസ്സിനെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. അപ്പൊ കൊതുകിന്റെ കേസും അതുപോലെയാണ്. അവസാനം മാതൃജീവിയുടെ രൂപത്തിലേക്ക് മാറും. ഈ ടോട്ടൽ പ്രോസസ്സിന് രൂപാന്തരണം. കടലാമകള് കടലിൽ നിന്ന് കയറി വന്നിട്ട് കരയിൽ കുഴിയുണ്ടാക്കി മുട്ടയിടും. അപ്പോ ഇവയ്ക്ക് വംശനാശ ഭീഷണിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വനം വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിക്കുന്നുണ്ട്. സസ്തനികൾ എന്താണ്? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെ സസ്തനികൾ എന്ന് പറയുന്നു. പറക്കുന്ന സസ്തനി ആരാണ്? വവ്വാലാണ്. അടുത്ത സസ്തനികളിൽ മുട്ടയിടുന്നവയുണ്ട്, അതായത് പ്ലാറ്റിപ്പസ്. സസ്തനികൾ പൊതുവെ പ്രസവിക്കുന്നവയാണെങ്കിലും മുട്ടയിടുന്ന ചിലരും ഈ കൂട്ടത്തിലുണ്ട്. പ്ലാറ്റിപ്പസും എക്കിഡ്നയും കണ്ടോ. അപ്പൊ പ്ലാറ്റിപ്പസും എക്കിഡ്നയും എന്താണ്? മുട്ടയിടുന്ന സസ്തനികളാണ്. അപ്പോ ചുവടെ കൊടുത്തിരിക്കുന്നത് മുട്ടയിടുന്ന സസ്തനി ഏതെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാമല്ലോ. അതുപോലെ ഇവ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു. മുട്ടയിട്ട് വിരിയുന്നു, അവരെ പാലൂട്ടി വളർത്തുന്നു. ആരൊക്കെയാണ്? പ്ലാറ്റിപ്പസും എക്കിഡ്നയും. അടുത്ത ശരീരം മുറിഞ്ഞാലും പുതിയ ജീവി. പ്ലനേറിയ, മണ്ണിര, പ്ലനേറിയ. ഈ പ്ലനേറിയ എന്ന് പറഞ്ഞാൽ ഒരു തരം പരന്ന വരയാണ് കേട്ടോ. എന്നിവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്നു പുതിയ ജീവിയായിട്ട് മാറും. അപ്പൊ അവയുടെ പ്രത്യേകതയാണത്. അടുത്തത് പ്രസവിക്കുന്ന അച്ഛൻ, കടൽ കുതിര. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലുള്ള സംഭവം എന്ന് പറഞ്ഞാല് മത്സ്യത്തിന്റെ വർഗത്തിൽപ്പെട്ടതാണ് ഈ പറയുന്ന കടൽ കുതിരകള്. 7 ഇഞ്ച് വലിപ്പമാണ് ഏകദേശം ഇവയ്ക്കുള്ളത്. സംഭവം എന്ന് വെച്ചാല് ഈ പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ട ആൺ കടൽ കുതിരകൾ ഇവയുടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ സൂക്ഷിക്കും. എന്നിട്ട് ഏകദേശം ഒരു 40 ദിവസം ആകുമ്പോഴത്തേക്ക് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഈ അച്ഛൻ ആൺകുതിര പ്രസവിക്കുന്ന പോലെ തോന്നും. അപ്പൊ അതുകൊണ്ടാണ് പ്രസവിക്കുന്ന അച്ഛൻ എന്ന് ഈ കടൽ കുതിരകളെ പറയുന്നത്. അടുത്ത സഞ്ചിമൃഗങ്ങൾ. സഞ്ചിമൃഗം എന്നറിയപ്പെടുന്നതാരാ? കങ്കാരു ആണ്. ഓസ്ട്രേലിയയിലാണ് ഇവര് കാണപ്പെടുന്നത്. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിനുള്ളില് സഞ്ചിയിൽ ആക്കി അവയെ പരിപാലിക്കുകയാണ് കങ്കാരുകൾ ചെയ്യുന്നത്. അത് പ്രസവിക്കുന്ന പാമ്പ് എന്ന്. എന്താണ് സംഭവം നോക്കാം. പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ട വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ്. മുട്ട ശരീരത്തിനുള്ളിൽ വെച്ച് വിരിയും. ഇവയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായിട്ട് തോന്നുന്നതാണ്. നേരത്തെ പ്രസവിക്കുന്ന അച്ഛനെ പഠിച്ച പോലെ ഇവിടെ എന്താ തോന്നുന്നതാണ് കേട്ടോ. പവിഴപ്പുറ്റുകളെ പറ്റി പഠിക്കാം. കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? പവിഴപ്പുറ്റാണ്. കടലിലെ മഴക്കാടുകൾ പവിഴപ്പുറ്റാണ്. ഇവയ്ക്ക് കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാൻ ഇവയ്ക്ക് പറ്റും. പിന്നെ പല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നിർമ്മിക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ എന്ന് പറയുന്നത് ആസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫിലാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലുത് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ്. പിന്നെ ലക്ഷദ്വീപിലും ഒക്കെ പവിഴപ്പുറ്റൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അപ്പൊ ഏകദേശം ഇത്തരം കാര്യങ്ങളാണ് SCERT പാർട്ട് 2 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ഒറ്റ പ്രാവശ്യം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പാർട്ട് 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സും 5-ാം ക്ലാസ്സും ഇപ്പൊ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് 6-ാം ക്ലാസ്സുമായിട്ട് വരാം. പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം ബുക്ക് ആരെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങുക. ഒത്തിരി ക്വസ്റ്റ്യൻസ്, അതായത് LP, UP, KTET, LDC, CPO, ഡിഗ്രി ലെവൽ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആണ്. ബുക്ക് വാങ്ങിക്കാനുള്ള നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് അയച്ചു തരാം. ബുക്ക് വാങ്ങാത്തവർ വേഗം വാങ്ങുക. അതുപോലെ LDC, CPO, ഡിഗ്രി ലെവൽ തുടങ്ങിയവയ്ക്കുള്ള മലയാളം ക്ലാസ്സുകൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പിലുണ്ട്. വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി 6-ാം ക്ലാസ്സിലെ സയൻസുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.